വയനാട്ടിലെ ഗോത്ര വിഭാഗമായ കുറിച്യർക്ക് ഉത്രാടവും ഓണവും ഏറെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ്. അടുത്ത കാലം വരെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഇവർ ഇപ്പോഴും തറവാടുകളിൽ ഒത്തുചേർന്നാണ് ഓണം ആഘോഷിക്കുന്നത്. കാപ്പുമൽ പെരിഞ്ചോല കുറിച്യ തറവാട്ടിൽ നിന്നും നമ്മുടെ പ്രതിനിധി കമൽ ചേരുന്നുണ്ട്. ഒപ്പം കമൽ, ഗുഡ് മോർണിംഗ്. ഒരു പ്രത്യേക ഓണവിശേഷമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്, അല്ലേ കമൽ? മോത്തി, തീർച്ചയായും ഒരു പ്രത്യേക ഓണവിശേഷം തന്നെയാണ്. വയനാട്ടിലെ ഏറ്റവും പ്രബലമായ ഒരു ഗോത്ര വിഭാഗമാണ് കുറിച്യരുടേത്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി OR കേളു, മുൻമന്ത്രി ജയലക്ഷ്മി, IC ബാലകൃഷ്ണൻ MLA, ക്രിക്കറ്റ് താരങ്ങളായ മിന്നുമണി, സജന സജീവനൊക്കെ ഈ ഗോത്രത്തിലെ അംഗങ്ങളാണ്, ഈ ഗോത്ര വിഭാഗത്തിലെ അംഗങ്ങളാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഇവരുടെ കുടുംബക്ഷേത്രത്തിലാണ്. കാപ്പുമൽ തറവാടിനോട് ചേർന്നുള്ള ക്ഷേത്രത്തിൽ ഉത്രാട ദിനത്തോടനുബന്ധിച്ചുള്ള പല ആചാരങ്ങളുമുണ്ട്. ഉത്രാടത്തിനും തിരുവോണത്തിനും പല ആചാരങ്ങളുമുണ്ട്. ഇപ്പോൾ സമുദായ നേതാവായിട്ടുള്ള പെരിഞ്ചോല അച്ചപ്പനാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്തൊക്കെയാ ചടങ്ങ് ഇവിടെ? ഇപ്പം കാപ്പുമ്മൽ കോയോടം തെയ്യം കണ്ടമത്ര ഭഗവതി ക്ഷേത്രമാണ്, ഇത് കുടുംബക്ഷേത്രമാണ്. ഇപ്പോൾ ഉത്രട്ടാതിക്കാണ് ഇവിടെ പിന്നെ തേങ്ങോട്ടിൽ കൈനീട്ടൊക്കെ ഇന്ന് ഇവിടെയാണ്. നാളെ പെരിഞ്ചോല തറവാട്ടിൽ തിരുവോണമായിട്ട് ഇതുപോലെ എല്ലാവരും കുട്ടികളും മുതിർന്നവരൊക്കെ കാരണന്മാരൊക്കെ വന്ന് ഇവിടെ കണ്ടമത്ര ഭഗവതിക്കും കോയോടം തെയ്യത്തിനും തേങ്ങ മുട്ടി കോയോടൻ തെയ്യം കോയോടം തെയ്യം കണ്ടമത്ര ഭഗവതി ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പാളും പീടുവാണല്ലേ പ്രതിഷ്ഠ? പാളും പീടും ഒരു ബ്രഹ്മം അല്ലല്ലോ. ഗോത്രാചാരത്തിന് പൂജയില്ല. പ്രകൃതിയോട് ലയിച്ചിട്ടുള്ള പൂജാകർമ്മങ്ങളാണ്. നമ്മളിപ്പോൾ അടുത്ത കാലം വരെ എല്ലാ വീട്ടിലും 100-ലധികം ആളുകളും വലിയ കുടുംബങ്ങളായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ ഭാഗിച്ചു പോയി. എന്നാലും നിങ്ങൾ ഈ വിശേഷ ദിവസമൊക്കെ എല്ലാവരും ഒത്തുകൂടും. എല്ലാ ഓണത്തിനും വിഷുവിനും ഒക്കെ ഇങ്ങനെയുള്ള ഉത്സവ കാര്യങ്ങളിലൊക്കെ എല്ലാവരും കുട്ടികളും ആണും പെണ്ണും ഒക്കെ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ദിവസത്തേക്ക് നമുക്ക് ചെലവിനുള്ള നെല്ലൊക്കെ കൃഷി ചെയ്യാൻ ഇപ്പോഴും തറവാടിനായിട്ട് കുറച്ച് വയലൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ ഒന്നിച്ച് കൃഷി അങ്ങനെ രീതി അങ്ങനെയുണ്ട്. കൃഷിയുണ്ട്. എല്ലാ വർഷവും എല്ലാവരും കൂടി കൂട്ട് കൃഷിയായിട്ട് ചെയ്യും, കൂട്ടുത്തരവാദിത്തം ചെയ്യും. പണ്ടത്തെ മാരിങ്ങനെ വെള്ളനാട്ടിൽ ഉത്സവമായിട്ട് തന്നെ എല്ലാവരും എല്ലാ വർഷവും നടത്താറുണ്ട്. അത് അങ്ങനെ ഉള്ള അരിയൊക്കെ നെല്ലൊക്കെയാണ് ഇപ്പോൾ അരിയാക്കി ഇപ്പം ഭക്ഷണം വെക്കുന്ന തറവാട്ടിലൊക്കെ. ഉത്സവത്തിനൊക്കെ അരി എടുക്കും. അരി എടുക്കും. വാങ്ങേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതാണ് മോത്തി. ഭൂസ്വത്തൊക്കെ ഉണ്ടായിരുന്നു മുമ്പ്. 100-ലധികം ആളുകളൊക്കെ ഉണ്ടാകും ഓരോ തറവാട്ടിലും. ഇപ്പോൾ പലരും ജോലിയൊക്കെ ആയി മറ്റ് പല ആവശ്യങ്ങളും കാലത്തിനനുസരിച്ച് വീടൊക്കെ വെച്ച് മാറിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഓണത്തിനും വിഷുവിനും മറ്റ് പുത്തരിക്കും ഉത്സവത്തിനൊന്നും പക്ഷേ ആ മാറലൊന്നുമില്ല. എല്ലാവരും ഒന്നിച്ച് തറവാട്ടിൽ കൂടും. തറവാട്ട് വകയായി വയലൊക്കെ ഉണ്ടാവും. അവിടെ കൃഷി ചെയ്ത് ആ നെല്ല് അരിയാക്കിയാണ് ഇത്തരം ആവശ്യങ്ങൾക്കൊക്കെ എടുക്കുക. എന്തായാലും ചടങ്ങുകൾ തുടങ്ങുന്നതേ ഉള്ളൂ. ഈ ക്ഷേത്രത്തിൽ ചടങ്ങിലേക്ക് കടക്കുകയാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട്. തറവാട്ടിലെ ആളുകളൊക്കെ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. മോത്തി, ഒരുപാട് സന്തോഷമുള്ളൊരു സന്ദർഭമാണ് കമൽ.